സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓറ വെനം എന്ന് പറയുന്ന ഒരു സബ് വൂഫറാണ്. ഹൈ പവർ ഉള്ള ഒരു SPL സബ് വൂഫറാണ്. സോ വിത്ത് ഒരു സിനിമ ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈറ്റ് അടിച്ചേക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഓറ വെനം എന്ന് പറയുന്ന ഈ ഒരു സബ് വൂഫർ വരുന്ന ഒരു പാക്കേജാണിത്. ഒരു ബൈൻ പാക്കേജാണ്. ഇതിൻ്റെ പാക്കേജിങ് അത്ര ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സബ് ഭയങ്കര ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ താങ്ങി നിർത്താൻ ശേഷിയുള്ള ഒരു നല്ലൊരു പാക്കേജിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇളക്കിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു തെർമോക്കോളൊക്കെ പൊടിഞ്ഞു പോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അവരുടെ ബ്രാൻഡിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു പാക്കേജിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൊറിയർ വരുമ്പോഴേക്ക് വേറൊരു സെപ്പറേറ്റ് വലിയ പാക്കേജിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കംപ്ലയിൻസ് ഒന്നും വരാനുള്ള സാധ്യത കുറവാണ്. സൈഡിൽ തന്നെ നമുക്കതിനകത്ത് ഇംപെഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ കണക്ഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. 1 ഇയർ നമുക്ക് വാറണ്ടി തരുന്നുണ്ട്. എനിക്മ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇത് ഈ ഒരു സബ് വൂഫർ ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു റഷ്യൻ ബ്രാൻഡാണ്. ഈ ഓറ വെനം അല്ലെങ്കിൽ എനിഗ്മ ഓറ വെനം എന്ന് പറയുന്നത് റഷ്യൻ ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡല്ല. സോ നമ്മളിതിൻ്റെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന എന്ത് ഡീറ്റെയിലിംഗ് എടുത്ത് നോക്കിയാലും മൊത്തം റഷ്യൻ ഭാഷയിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നും വായിക്കാൻ പറ്റത്തില്ല. ഇതൊരു റഷ്യൻ ബ്രാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമുക്കിവിടെ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കിട്ടുന്ന യൂസർ മാനിലാണെങ്കിൽ പോലും വെനം എന്ന് പറയുന്ന പേര് വെച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം അതിനകത്ത് കൂടുതലും റഷ്യൻ ഭാഷയിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. സോ അത് വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് വെച്ച് വായിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും. സോ നമുക്ക് എൻ്റെ യൂസർ മാനുകൾ നോക്കാം. ഈ ഒരു സബ് വൂഫറിൻ്റെ സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇതൊരു 12 ഇഞ്ച് സബ് വൂഫറാണ്. 12 ഇഞ്ച് സബ് വൂഫറാണ്. 1501 വാട്ട്സാണ് ഇതിൻ്റെ RMS വരുന്നത്. ഇതിൻ്റെ കോയിൽ എന്ന് പറയുന്നത് ഡ്യുവൽ വോയിസ് കോയിലാണ്. ഇത് 2+2, അതായത് D2, അതായത് പിന്നെ 4+4 D4. അതായത് D2ലും D4ലും ഈ സബ് അവൈലബിൾ ആണ്. സോ നമുക്കിത് പാരലോ സീരീസ് കണക്ഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇംപെഡൻസ് മാച്ച് ചെയ്ത് ഇതിനെ നമുക്ക് 1501 വാട്ട്, അതായത് 1500 വാട്ട് കൂട്ടിക്കുക, അതിൽ കൊടുക്കാം. 3000 വാട്ട്സ് ആണ് ഒരു പീക്ക് പറയുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സബ്ബാണ്. ഒരു 15 കിലോയ്ക്ക് മുകളിൽ നമുക്ക് ഈ ഒരു സബിന് വെയിറ്റ് ഉണ്ട്. പാക്കേജ് ഉൾപ്പെടെ ഒരു 16 കിലോയ്ക്ക് അടുത്തുണ്ട് ഈ ഒരു സബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സബ് വൂഫർ എന്ന് പറയുന്നത്. അൺബോക്സ് ചെയ്യാൻ ഞാനത് എടുത്ത് വെച്ചില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ആ ഒരു തെർമോക്കോളൊക്കെ പൊട്ടിപ്പോയി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക്. സോ ഇതാണ് ഈ ഒരു സബ് വൂഫർ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ലുക്കിൽ അവർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു അടിപൊളി സബ് വൂഫറാണിത്. ഇതൊരു ഇമ്പോർട്ട് ചെയ്തൊരു മോഡലായതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് അത് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിഗ്രി, അതായത് ഡിജിറ്റൽ ലിസൺ എന്ന് പറയുന്ന സബ് വൂഫറിൻ്റെ കൂടെ അതിൻ്റെ 600 സീരീസ് അല്ലെങ്കിൽ ഇപ്പം പുതിയ F സീരീസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സബ് വൂഫറാണ്. പ്രൈസിങ്ങിലൊക്കെ പോകുമ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ പ്രൈസിങ് ഇതിന് വരുന്നുള്ളൂ. പക്ഷേ RMS വാട്ട്സ് വളരെ കൂടുതലാണ്. 1500 വാട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 3 ഇഞ്ച് വോയിസ് കോയിലാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 30 ഹെർട്സ് ടു 400 ഹെർട്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. 85.2 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ സബ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പവർ എടുക്കാൻ ശേഷിയുള്ള ഒരു സബ്ബാണിത്. ഈ എഡ്ജസൊക്കെ നല്ല ഹൈറ്റുള്ള എഡ്ജസാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹൈ പവറായിട്ടുള്ള എക്സ്കർഷൻ ഈ ഒരു സബ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ പവർഫുള്ളാണ്. നമ്മൾ ഈ സബ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായ ആ ഒരു കാര്യമാണ്. നല്ല ലോ ഫ്രീക്വൻസിയിൽ നല്ല രീതിയിലുള്ള ഒരു പവർ എടുത്ത് മാത്രമേ ഈ ഒരു സബ് വർക്ക് ആവത്തുള്ളൂ. സോ നോർമൽ ആംപ്ലിഫയേഴ്സിലൊന്നും ഇത് റൺ ആവില്ല. ഈ ഒരു സബ് വൂഫർ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ക്ലാസ് D മോണോബ്ലോക്ക് ആംപ്ലിഫയേഴ്സ് വേണ്ടി വരും. 1500 വാട്ടാണ് 1 ohms വേണ്ടത്. സോ അതുകൊണ്ട് നമുക്ക് മോക്കോയുടെ ആ ഒരു 1500D എന്ന് പറയുന്ന ആ ഒരു മോഡൽ, ആ ഒരു റേസർ എഡിഷൻ ഇതിന് കറക്റ്റ് മാച്ചിങ് ആണ്. അത് മാത്രമല്ല പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേൾടെക്കിൻ്റെ 1800 വാട്ടിൻ്റെ ഒരു ബോർഡ് അത് യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ആംപ്ലിഫയേഴ്സ് കൊണ്ട് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. ഇത്രയും പവർ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു മാഗ്നറ്റൊക്കെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അവർ ഒരു റബ്ബറിഷ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്കിൽ നല്ലൊരു കപ്ലിംഗ് ഒക്കെ വെച്ച് ഒരു ബ്ലാക്ക് കളറിലാണിത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെനം എന്ന് പറയുന്ന ബ്രാൻഡിങ് പലയിടത്തും കണ്ടു. അത് മാത്രമല്ല ഫ്രെയിമിലേക്ക് പോകണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാസ്റ്റ് അയൺ ഫ്രെയിമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നോർമൽ നമുക്ക് കാണുന്നൊരു ബാസ്ക്കറ്റ് അല്ല ഇതിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പീക്കർ ബൈൻഡ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലീഡ് വേഴ്സ് എല്ലാം സ്പൈഡറിനകത്ത് സ്റ്റിച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് സ്പൈഡറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വോയിസ് കോയിൽ ഹൈലി എക്സ്പോസ്ഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. 3 ഇഞ്ച് വോയിസ് കോയിലാണ്. സോ നമുക്ക് സൈഡിൽ കൂടെ തന്നെ ആ ഒരു വോയിസ് കോയിൽ കാണാൻ സാധിക്കും. ഹീറ്റ് റിഡക്ഷന് വേണ്ടി നല്ല രീതിയിലുള്ള എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വാട്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വോയിസ് കോയിൽ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹീറ്റ് ആവും. സോ നല്ല രീതിയിൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ആവാൻ വേണ്ടിയുള്ളൊരു എയർ വെൻ്റ് അവർ ഈ ഒരു ഫ്രെയിമിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ പലയിടത്തുനിന്നും നമ്മൾ ഈ ഒരു SPL സബ്ബൂഫേഴ്സ് അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്ത് മേടിക്കാറുണ്ട്. പക്ഷേ അത് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. ബ്രാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ സബ്ബൂഫേഴ്സിനും അവർ അതിൻ്റേതായ ഒരു ക്വാളിറ്റി, അത് QC ചെക്ക് മറ്റ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പാരാമീറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുക്കുന്നതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും കിട്ടത്തില്ല. ഇതിന് എല്ലാ പാരാമീറ്റേഴ്സും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഏത് സബ്ബൂഫർ എടുത്താലും DD ആയിക്കോട്ടെ, കിക്കർ ആയിക്കോട്ടെ, DS18 ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ഓറാ വെനം ആയിക്കോട്ടെ, ഏതെടുത്താലും നമുക്ക് കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനും അതുപോലെ ഡ്യൂറബിലിറ്റി എല്ലാം വളരെ കൂടുതലായിരിക്കും. അത് നമുക്കറിയാം. കാര്യം നമ്മൾ പല ടൈപ്പ് സബ്ബൂഫർ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബ്രാൻഡ് എടുക്കുമ്പോൾ അതിനെപ്പോഴും ആ കമ്പനി എപ്പോഴും അവരൊരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യും, ക്വാളിറ്റിയും കീപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഒരു സബ്ബൂഫർ വന്നിരിക്കുന്നത്. ഈ ഒരു സബ്ബൂഫറിൻ്റെ ഡയഫ്രം എന്ന് പറയുന്നത് നോൺ പ്രസ്ഡ് പേപ്പർ കോണാണ്. പല SPL സബ്ബൂഫേഴ്സിലും നമുക്ക് ഈ ഒരു ടൈപ്പ് നോൺ പ്രസ്ഡ് പേപ്പർ കോൺ കണ്ടിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഹൈ ക്വാളിറ്റി റബ്ബർ എഡ്ജസാണ് ഈ ഒരു സബ്ബൂഫറിന് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എഡ്ജ് നമ്മുടെ ഈ ഒരു ഡയഫ്രമായിട്ട് സ്റ്റിച്ച് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അതായത് നല്ല രീതിയിലുള്ളൊരു ഡ്യൂറബിലിറ്റി ഈ ഒരു റബ്ബർ എഡ്ജിനും അതുപോലെ തന്നെ ഈ ഒരു ഡയഫ്രത്തിനും കിട്ടും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സബ്ബൂഫർ വളരെ ഹെവിയാണ്. അതായത് 15 kg അടുത്ത് വെയിറ്റ് ഉണ്ട്. സോ ഇതിൻ്റെ ആ ഒരു വെയിറ്റിന് കാര്യം തന്നെ ഇതിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റാണ്. ഏകദേശം 7 ഇഞ്ചോളം നമുക്ക് ഈ ഒരു മാഗ്നറ്റിന് വിഡ്ത്തുണ്ട്. ഒരു 2.5 ഇഞ്ചോളം മാഗ്നറ്റിന് ഹൈറ്റ് ഉണ്ട്. സോ നല്ല രീതിയിലുള്ള എയർ വെന്റിലേഷൻ മാഗ്നറ്റിൻ്റെ ബാക്കിലെ കപ്ലിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സബ്ബൂഫർ നമ്മൾ വർക്ക് ചെയ്യപ്പെടും അത്യാവശ്യം ഇത്രയും പവർ ഹാൻഡിൽ ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ഹീറ്റ് ആവും. പക്ഷേ ഹീറ്റ് ഡെസിപ്പേഷൻ ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് പുറമേ നമുക്ക് കണ്ടക്ട് ചെയ്ത് എയറുമായിട്ട് മിക്സ് ചെയ്ത് പോകും. സോ നമ്മളൊരു എൻക്ലോഷറിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അധികം ഹീറ്റ് ഇതിനകത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. സോ വളരെ നല്ലൊരു സബ്ബൂഫറാണ്. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സബ്ബൂഫേഴ്സ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആംപ്ലിഫയേഴ്സ്, അതായത് ഇപ്പം ഇതിന് പറ്റുന്നത് മോക്കോയാണ്. മോക്കോ, SB, വേൾടെക്, അതുപോലെ തന്നെയുള്ള മോണോബ്ലോക്ക് ആംപ്ലിഫയേഴ്സ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ നല്ലൊരു സബ്ബൂഫറാണ്. നിങ്ങൾക്ക് ഓട്ടോമോട്ടീവ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു സബ്ബൂഫറാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.